ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഫിഷ് റെസിപ്പിയാണ്. ഫിഷ് റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചെമ്മീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗോവൻ റെസിപ്പി, പ്രോൺ കാൽഡിൻ എന്ന് പറയും. അതായത് ഗോവക്കാരുടെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാറുള്ള ഒരു കറിയുടെ ഒരു ചായ ഉണ്ട്, അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കറിക്ക് കേട്ടോ. അപ്പൊ നമ്മുടെ ചെമ്മീൻ കൊണ്ടുവന്നിരിക്കുന്നത് മത്സ്യ ഫിഷറീസിൽ നിന്നാണ്. മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും ഇല്ല. അപ്പൊ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഗോവൻ ഡിഷ് നമുക്ക് പരിചയപ്പെടാം. മുഴുവനായിട്ട് വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകൂടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രോൺ കാൽഡിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രോൺസ് അത് നമ്മള് കഴുകി വൃത്തിയാക്കിയ ഡീവെയിൻ ഒക്കെ ചെയ്ത് കുറച്ച് മഞ്ഞളും വിനീഗറും ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് ഇത് 3/4 കിലോ ആണ്. 3/4 കിലോ തന്നെ നമ്മൾ കോളിഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ ഇങ്ങനെ അടർത്തി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ, പച്ചമുളക് വേണം, സവാള, മഞ്ഞൾപ്പൊടി. അളവുകൾ നമുക്ക് ഇടുന്ന സമയത്ത് പറയാം. ഒരു ചെറിയ വലിപ്പത്തില് വാളംപുളി അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കുതിർത്തി വെക്കാം കേട്ടോ. കുറച്ച് നേരമായി വെള്ളത്തിൽ ഇട്ടിട്ട്. ഇതിന്റെ എക്സ്ട്രാക്റ്റ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് സോൾട്ട്, പിന്നെ എണ്ണ ഏതായാലും എടുത്താൽ കുഴപ്പമില്ല. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 2 കപ്പ് നാളികേരം വേണം. പിന്നെ കുറച്ച് മസാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 3 പച്ചമുളക്, 5-6 കറിയാമ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ 2 കഷ്ണം ഇഞ്ചി കേട്ടോ, ഒരു 8-10 വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് വെള്ളം കൂടി നമുക്ക് ആവശ്യം. ഇനി നമുക്കൊരു കോക്കനട്ട് ബേസ് ഗ്രേവി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എടുത്ത മസാലകൾ ഉണ്ടല്ലോ, 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ കൂടി നമ്മൾ മിക്സിയിൽ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കുരുമുളക്, നല്ല ജീരകം, കുരുമുളക്, ഇനി ഇതിലേക്ക് നമ്മള് നാളികേരം ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരയ്ക്കാം കേട്ടോ. ഇപ്പൊ നമ്മളിത് അരച്ചെടുത്തത് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഇത് പിഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് മിക്സിയിലെ കപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഒരു 1-1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി അടിച്ചിട്ട് വീണ്ടും ഇതേപോലെ അടിച്ചെടുക്കണം കേട്ടോ. വീണ്ടും നമ്മൾ ഇത് അരിച്ച് എടുക്കാം കേട്ടോ, പിഴിഞ്ഞെടുക്കാം. അപ്പൊ ഇത് 2ാം പാലും ആദ്യത്തെ നമ്മൾ എടുത്തത് 1ാം പാലും ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായി പുകഞ്ഞൊടുങ്ങിന്റെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കും. 2 ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മള് സവാള അതുപോലെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ട്രാൻസ്ലൂസന്റ് ആവണ വരെ ഒന്ന് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കാം.
സവാള നമ്മൾ മീഡിയം സൈസുള്ള 2 എണ്ണമാണ് എടുത്തത്. ഒരു 4 പച്ചമുളകുമാണ് നമ്മളിപ്പോൾ സോട്ട് ചെയ്തത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല വലുപ്പത്തിലുള്ള 2 തക്കാളിയാണ് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ആഡ് ചെയ്യാം. നമ്മളെടുത്ത 2-ാം പാലില്ലേ, 2-ാം പാലിന് കുറച്ച് 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല അടിപൊളിയായിട്ട് വെന്ത് വരണം. അപ്പൊ നമുക്കൊരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇതൊരു 4-5 മിനിറ്റ് ഇങ്ങനെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് 2-ാം പാല് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ അതിന്റെ എക്സ്ട്രാക്റ്റും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പൊ വളരെ കുറച്ച് പുളി മതി. നമ്മൾ ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഗ്രേവിയിലേക്കുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഗ്രേവി തിളച്ചു തുടങ്ങിയിട്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇതിലേക്ക് കോളിഫ്ലവർ അടർത്തി വെച്ചത് ഇട്ട് കൊടുക്കാണ്. അപ്പൊ കോളിഫ്ലവറിന് പകരം നിങ്ങൾക്ക് മത്തങ്ങ ഉണ്ടെങ്കിൽ മത്തങ്ങ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ കോളിഫ്ലവർ ഇതിൽ ഇരുന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കാം കോളിഫ്ലവർ വേവുന്ന വരെ. ഒരു 5 മിനിറ്റ് നമ്മൾ കോളിഫ്ലവർ ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ക്രഞ്ചിനെസ് ഇപ്പോഴും പോയിട്ടില്ല, എന്നാൽ വെന്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞളും ഉപ്പിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. പ്രോൺസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോൺസ് വേവാൻ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ അത് ഇതിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പൊ മൂടി വെക്കാണ്ട് തന്നെ വേവിക്കാം. ഇപ്പൊ ഇതൊരു 3-4 മിനിറ്റ് ചെമ്മീൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാല് എടുത്തു വെച്ചത് ഒഴിച്ചു വെക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് തള വരുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. തള വന്നു തുടങ്ങി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ മിക്കവാറും നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവറിന്റെ കൂടെ ഈ ചെമ്മീൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ എന്തായാലും ചെമ്മീൻ കിട്ടുമ്പോ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒന്നാണ്. ചപ്പാത്തിയുടെ ഒപ്പം ചോറിന്റെ ഒപ്പം ഒക്കെ ഒരു നമുക്ക് മൊത്തത്തിൽ ഒരു 30 മിനിറ്റ് എടുക്കും ഇത് വേവിക്കാൻ, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും പ്രിപ്പയർ ചെയ്ത് നോക്കൂ കേട്ടോ.